ഈ യൂത്ത് മാർച്ചിൻ്റെ സ്വീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് യു റസാഖ്, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാർ മജീദ് സാഹിബും അബ്ദുറബ്ബ് സാഹിബും യു എ ലത്തീഫ് സാഹിബും അടക്കമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, ഇന്നത്തെ ഈ സമ്മേളനം അതിഗംഭീരമാക്കിയ തിരൂരങ്ങാടി മണ്ഡലത്തിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ ദീർഘമായ ഒരു പ്രസംഗം ഇനി ഇവിടെ ആവശ്യമില്ല. അതിഗംഭീരമായൊരു പ്രസംഗമാണ് നമ്മുടെ മുഖ്യാതിഥി മാത്യു കുഴൽനാടൻ ഇവിടെ നടത്തിയിട്ടുള്ളത്. മാത്യുവിൻ്റെ പോരാട്ടം നമുക്കെല്ലാവർക്കും അറിയാം. ആരോടാണ് മാത്യു പൊരുതുന്നത്? കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയോടാണോ? കേരളത്തിലെ ഒരു CPM-ൻ്റെ നേതാവിനോട് മാത്രമാണോ? TP ചന്ദ്രശേഖരനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാൻ വടകരയിലെ ഓർക്കാട്ടേരിക്കടുത്തുള്ള വള്ളിക്കാട്ടേക്ക് ഒരു അർദ്ധരാത്രിയിൽ ഇന്നോവ പറഞ്ഞയച്ചതുപോലെ ഏതെങ്കിലും ഒരു അർദ്ധരാത്രിയിൽ തനിക്ക് നേരെയും ഒരു ഇന്നോവ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ഈ പടർക്കളത്തിൽ പൊരുതുന്ന പോരാളിയാണ് പ്രിയങ്കരനായ മാത്യു കുഴൽനാടൻ. ആ മാത്യു കുഴൽനാടന് തിരൂരങ്ങാടിയിൽ സംഘടിപ്പിച്ച ഈ യൂത്ത് മാർച്ചിൻ്റെ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ, ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെയും പിന്തുണ അറിയിക്കാനുള്ള അവസരമായി ഞാനിതിനെ നോക്കിക്കാണുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു മുദ്രാവാക്യമുയർത്തിയാണ് യൂത്ത് ലീഗ് ഇത്തരമൊരു യൂത്ത് മാർച്ചുമായി കടന്നു വന്നത്. കാസർഗോഡ് ജില്ലയിലെ യൂത്ത് മാർച്ച് സമാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത്. മലപ്പുറം ജില്ലയുടെ സമാപനം 20-ാം തീയതിയാണ്. കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലും വരും ദിവസങ്ങളിൽ മാർച്ച് നടക്കാൻ പോവുകയാണ്. കണ്ണൂർ ജില്ലയിലും ഇപ്പോൾ യൂത്ത് മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ യൂത്ത് മാർച്ചുകൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് കോഴിക്കോട് പട്ടണം നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാറാലിക്ക് ജനുവരി 21-ാം തീയതി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ആ ജനുവരി 21-ലെ മഹാറാലിയിലേക്ക് ഈ തിരൂരങ്ങാടി മണ്ഡലത്തിലെ ഓരോ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരെയും ക്ഷണിക്കാനുള്ള അവസരമായി ഞാൻ ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. രാജ്യത്തുള്ള വിദ്വേഷത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് ലോക്സഭയിൽ 4 പേരുടെ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തിൻ്റെ വാർത്ത പുറത്തു വന്ന ഉടനെ നമ്മളെല്ലാവരും പരതിയ ഒരു കാര്യമുണ്ട്. ഇതാരാണ് ഇത് ചെയ്തത്? അവൻ്റെ പേരെന്താണ്? അവൻ്റെ മതം എന്താണ്? 4 പേരുടെയും പേരുകൾ പുറത്തു വന്നപ്പോൾ നമുക്ക് ആശ്വാസമായി. കാരണം അതിനകത്ത് ഒരു മുസ്ലിം ഇല്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഇതുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടോ? രണ്ടാമത് നമ്മൾ ആലോചിച്ചത് എന്താണ്? ആരുടെ കയ്യിൽ നിന്ന് പാസ് വാങ്ങിയിട്ടാണ്, ഏത് MP-യുടെ കയ്യിൽ നിന്ന് പാസ് വാങ്ങിയിട്ടാണ് ഈ വിദ്വാൻമാർ പാർലമെന്റിനകത്തേക്ക് പ്രവേശിച്ചത്? ആ വാർത്തയും പുറത്തു വന്നു. മുസ്ലിം ലീഗുകാരനല്ല, മുസ്ലിം MP അല്ല, ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്നല്ല, BJP-ക്കാരനായ മൈസൂരിലെ ഒരു MP-യുടെ കയ്യിൽ നിന്നാണ്. ആശ്വാസമായി. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവർക്ക് ഈ പ്രതിസന്ധി ഉണ്ടോ? ഇതെങ്ങനെ വന്നതാണ്? ഈ ചിന്താഗതി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ പാർലമെന്റിനകത്തേക്ക് 4 പേർ കയറി ഇങ്ങനെ ഒരു കളറ് പ്രയോഗിച്ചത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നുവെങ്കിൽ അത് കളറാവോ? ഭീകരവാദ ബന്ധം ഇല്ലാതാവോ?
അവർക്ക് പാസ് കൊടുത്തത് ഒരു മുസ്ലിം ലീഗുകാരനാണെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? ലോകത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായത് രാജ്യത്ത്? അതൊരു സുപ്രഭാതത്തിൽ വന്നതല്ല. അതിൻ്റെ പിന്നിൽ വർഷങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ കഠിനാധ്വാനമുണ്ട്. ആ കഠിനാധ്വാനത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ രൂപത്തിന്റെ പേരാണ് RSS എന്ന് വളരെ കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഉദാഹരണം പറയാം. 1977 രാജ്യത്ത് ആദ്യമായി കോൺഗ്രസ് ഇതര ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ CPM-ന്റെ ഒത്താശയോടെ, BJP-യുടെ പിന്തുണയോടെ രാജ്യത്താദ്യമായി കോൺഗ്രസ് ഇതര ഗവൺമെന്റ് 1977 രാജ്യത്ത് അധികാരത്തിൽ വന്നപ്പോ LK അദ്വാനി എടുത്ത വകുപ്പ് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? LK അദ്വാനി പറഞ്ഞത് ഞങ്ങൾക്ക് വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മതി എന്നാണ്. എന്താ കാര്യം? ഈ രാജ്യത്തെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള വകുപ്പാണത്. ഇന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് സംഘപരിവാരങ്ങളാണ്. 1977 അവർ തുടങ്ങി വെച്ചതാണ്. നിരന്തരമായി ജനങ്ങൾക്കിടയിലേക്ക് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക. നിങ്ങൾക്ക് ഓർമ്മയില്ലേ കോവിഡ് വന്ന സമയത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രക്ഷേപണം ചെയ്തത് തബ്ലീഗുകാർ ഡൽഹിയിൽ തബ്ലീഗ് ജമാഅത്ത് നടത്തി റോട്ടിൽ മുഴുവൻ അവർ തുപ്പിവെച്ചു. തുപ്പൽ ജിഹാദ്. ആ തുപ്പലിലൂടെയാണ് രാജ്യത്ത് കോവിഡ് ഉണ്ടായത് എന്ന് നിങ്ങൾ മറന്നുപോയോ? ഇന്ത്യയിലെ മാധ്യമങ്ങളാണ് ആ വാർത്ത പങ്കുവച്ചത്. ലതാ മങ്കേഷ്കർ മരിച്ചു കിടക്കുമ്പോ ഇന്ത്യയിലെ ജനങ്ങൾ സ്നേഹത്തോടെ വാനമ്പാടി എന്ന് വിളിച്ച ലതാ മങ്കേഷ്കർ മരിച്ചു കിടക്കുമ്പോ ഇന്ത്യയിലെ പ്രഗത്ഭനായ സിനിമാ താരം ഷാറൂഖ് ഖാൻ തന്റെ മാനേജറെയും കൂട്ടി ലതാ മങ്കേഷ്കറെ കാണാൻ വേണ്ടി പോകുന്ന രംഗമുണ്ട്. അവിടെ വെച്ച് ഷാറൂഖ് ഖാൻ ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഷാറൂഖ് ഖാൻ അവരെ ഒന്ന് ഊതി. ഉടനെ സംഘപരിവാരങ്ങൾ രാജ്യവ്യാപകമായി പ്രചരിപ്പിച്ചു. ഷാറൂഖ് ഖാൻ ലതാ മങ്കേഷ്കറിന്റെ ദേഹത്തേക്കും തുപ്പി. ഇത് തുപ്പൽ ജിഹാദാണ്. ഇങ്ങനെ എന്തെല്ലാം പ്രചരണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തി. അങ്ങനെ ഒരു കൂട്ടർ വെറുപ്പ് പ്രചരിപ്പിക്കുമ്പോ, ഒരു കൂട്ടർ വിദ്വേഷം പ്രചരിപ്പിക്കുമ്പോ അവിടെ സ്നേഹക്കൂടാരം ഒരുക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. ഈ സ്നേഹക്കൂടാരത്തിന്റെ മാതൃക ആരാണ്? നമ്മൾ ഈ പരപ്പനങ്ങാടിയിൽ, ഈ തിരൂരങ്ങാടിയിൽ, മലപ്പുറം ജില്ലയിൽ, കോഴിക്കോട്, മറ്റ് ജില്ലകളിൽ കുറെ കൂടാരമുണ്ടാക്കലാണോ? അതൊരു സന്ദേശമാണ്. ആ സന്ദേശം ഇന്ത്യയിൽ ആദ്യമായി നമുക്ക് നേതൃത്വം നൽകിയത് 47 വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഈ രാജ്യവ്യാപകമായി വെറുപ്പ് പ്രചരിപ്പിച്ചപ്പോ നവകാലിയിൽ, കൊൽക്കത്തയിൽ തെരുവുകളിൽ നടന്ന് സ്നേഹത്തിന്റെ വിത്തുകൾ പാകി ഇവിടെ സ്നേഹക്കൂടാരമൊരുക്കിയ മഹാത്മാഗാന്ധിയാണ് നമുക്ക് മാതൃക നൽകിയത്. ഒന്നുകിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബർസ്ഥാൻ, പാകിസ്ഥാൻ യാ ഖബർസ്ഥാൻ എന്ന മുദ്രാവാക്യവുമായി സംഘപരിവാരങ്ങൾ ഈ രാജ്യവ്യാപകമായി തെരുവിലൂടെ വിദ്വേഷം പ്രചരിപ്പിച്ചപ്പോ അഭിമാനകരമായ അസ്തിത്വം എന്ന മുദ്രാവാക്യം മുഴക്കിയ, ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന മുദ്രാവാക്യം മുഴക്കിയ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് ആ സ്നേഹക്കൂടാരത്തിന്റെ മാതൃകയൊരുക്കിയത്. പയ്യോളിയിലും നടുവട്ടത്തും കലാപമുണ്ടായപ്പോ അവിടേക്ക് നടന്നു ചെന്ന് സാത്വികനായ ഒരു മനുഷ്യൻ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ഹരിതെന്ന് പറയാൻ അവിടേക്ക് കടന്നു വന്ന് സ്നേഹക്കൂടാരം തീർത്ത മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ബാബരി പള്ളി തകർത്തപ്പോ, വിദ്വേഷമുണ്ടാക്കി, ഈ രാജ്യവ്യാപകമായി കലാപമുണ്ടാക്കിയപ്പോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് കണക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് സമാധാനത്തിന്റെ ദൂത് പറഞ്ഞ ഒരു നേതാവുണ്ട്. ആ നേതാവ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന നേതാവ്. ആ നേതാവാണ് ഈ സ്നേഹക്കൂടാരത്തിന്റെ മാതൃക. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്മാരാകുമ്പോൾ ആ സ്നേഹക്കൂടാരം ഈ നാട്ടിലെ ജനങ്ങൾക്ക് പകർന്നു നൽകി. ആ പകർന്നു നൽകിയ സ്നേഹക്കൂടാരമാണ് സംസ്ഥാനത്തുടനീളം വിദ്വേഷത്തിനെതിരെയുള്ള മുദ്രാവാക്യവുമായി യൂത്ത് ലീഗ് കടന്നു വരുമ്പോൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ മാത്യു പറഞ്ഞ് അവസാനിപ്പിച്ച ആ മുദ്രാവാക്യമുണ്ട്, ചേർന്ന് നിൽക്കുക എന്ന മുദ്രാവാക്യം. ആ ചേർന്ന് നിൽക്കലിന് സാക്ഷ്യം വഹിച്ച ഒരാളാണ് ഞാൻ. ഇന്ന് പുതിയ കാലത്ത് വെറുപ്പുണ്ടാക്കാൻ വേണ്ടി കുറെ ആളുകൾ കടന്നു വരും. ആ കടന്നു വരുന്നവർ അവർ വിവിധ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, അവർ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരുണ്ട്.
പക്ഷേ പാണക്കാട് സയ്യിദ് മുനവ്വർ ശിയാർത്ഥങ്ങൾക്ക് കോതമംഗലത്തെ ആ പള്ളിയിൽ വെച്ച് ഉളുവെടുക്കാനുള്ള വെള്ളം പകർന്നു കൊടുക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അതുമാത്രമല്ല, പള്ളി അങ്കണത്തിൽ അവിടേക്ക് വന്ന മുഴുവൻ ആളുകൾക്കും മഗ്‌രിബ് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അതുമാത്രമല്ല, ഒരു ചർച്ചിൽ വെച്ച് മഗ്‌രിബ് ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ ഇന്നത്തെ കാലത്ത്? കോതമംഗലത്തെ ആ വലിയ പള്ളിയിൽ വെച്ച് മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്. മാത്യുവിൻ്റെ കൂടെയുണ്ട്, തങ്ങളുണ്ട്. പള്ളിയൊന്നും കാണുന്നില്ലല്ലോ, ബാങ്ക് വിളിയാണെങ്കിൽ ഇങ്ങനെ കേൾക്കുകയും ചെയ്യുന്നു. നടന്നിങ്ങനെ അടുത്തേക്ക് വന്നപ്പോഴാണ് കോതമംഗലത്തെ ചർച്ചിൽ വെച്ച് ബാങ്ക് വിളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തവരാണ് ഈ നാട്ടിലെ ക്രൈസ്തവർ എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതാര് തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും ആ തകർക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ മുൻപന്തിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ നടത്തുന്നത്. അതിനെ തകർക്കാൻ പലരും ഇപ്പോ CPM-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ അൺപോപ്പുലറായ ഒരു ഗവൺമെന്റ് വേറെ ഇല്ല. എന്നാലും അവരുടെ ആത്മവിശ്വാസം എന്താണ്? അവരുടെ ആത്മവിശ്വാസം അവസാനം കുളം കലക്കി മീൻ പിടിക്കാൻ കഴിയുന്നതാണ്. മാത്യു പറഞ്ഞു, വളരെ മനോഹരമായി പറഞ്ഞു. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക, മുസ്ലിങ്ങളെയും ഹൈന്ദവരെയും തമ്മിലടിപ്പിക്കുക, വ്യത്യസ്ത ജാതികൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുക, അവസാനം അതിനൊരു മനോഹരമായ പേരിടും, സോഷ്യൽ ഇക്വിലിബ്രിയം അല്ലെ, സോഷ്യൽ ബാലൻസിങ് എന്നൊക്കെ പേരിട്ട് അവസാനം കൊടുക്കുന്ന കിറ്റിൽ വേണമെങ്കിൽ 1 കിലോ ഹോർലിക്സും കൂടി കൊടുത്താൽ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയുമെന്നാണ് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം വിചാരിക്കുന്നത്. ഇനിയും കേരളത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയോ? നിങ്ങൾ ഒരു നവകേരള സദസ്സല്ല, നിങ്ങൾ 100 നവകേരള സദസ്സുമായി കടന്നു വന്നാലും ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല എന്ന പ്രതിജ്ഞയാണ്. ഇന്ന് നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് വന്നു. 37-ൽ 17 സീറ്റിലാണ് ഐക്യജനാധിപത്യ മുന്നണി ജയിച്ചത്. പല സീറ്റുകളും പിടിച്ചെടുത്തു ഐക്യജനാധിപത്യ മുന്നണി. അതൊരു സൂചനയാണ്. തൃക്കാക്കരയിൽ നിന്ന് തുടങ്ങി, പുതുപ്പള്ളിയിൽ നിന്ന് തുടങ്ങി, ഇപ്പൊ ഇതാ നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷനിലും ഉജ്ജ്വലമായ വിജയമുണ്ടായി. ഇനി വരാൻ പോകുന്നത് സെമി ഫൈനലാണ്. സെമി ഫൈനലിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റാണ് നമുക്ക് നേടാൻ കഴിഞ്ഞതെങ്കിൽ ഇത്തവണ 20-ൽ 20 ഐക്യജനാധിപത്യ മുന്നണി നേടിയെടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇതുപോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഗവൺമെന്റ്. മാസപ്പട്ടിയുടെ കാര്യം ഇവിടെ പറഞ്ഞില്ലേ? ഇനി ബാങ്കിന്റെ കാര്യങ്ങൾ ആലോചിച്ചു. കരുവന്നൂർ ബാങ്ക്, എന്തെല്ലാം ബാങ്കാണ്. ഒരു സംസ്ഥാന ഭരണം ഇവർക്ക് കിട്ടിയപ്പോൾ ഈ ബാങ്ക് മുഴുവനും ഒരു അടിച്ചു മാറ്റി. ലീഗ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നിട്ടുണ്ട്. നമ്മൾ കേന്ദ്രം ഭരിച്ചവരാണ്. ഞാൻ ആലോചിക്കാണ്, ഈ CPM എങ്ങാനും കേന്ദ്രം ഭരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ റിസർവ് ബാങ്കിനെ അവർ അടിച്ചുകൊണ്ടോ? ഇമാതിരി അഴിമതിയല്ലേ, എന്തിലും അഴിമതി, ക്യാമറയിൽ അഴിമതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനാ നമ്മുടെ നാട്ടിൽ ക്യാമറ വെക്കാർ? കള്ളന്മാരെ പിടിക്കാനല്ലേ? കക്കാൻ വേണ്ടി ക്യാമറ വെച്ച ആദ്യത്തെ സംസ്ഥാനമല്ലേ കേരളം? എന്നിട്ട് KT ജലീൽ പറയാണ്, ഈ അടുത്ത ദിവസം ഒരു പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് എനിക്ക് ഒരാൾ അയച്ചു തന്നു. ജലീൽ പറയാണ്, നിങ്ങൾ പടച്ചോനെ പേടിച്ചിട്ടില്ലെങ്കിലും ക്യാമറനെ പേടിക്കണം. എന്തൊക്കെ മുതലാണ് ഇയാൾ പറയണത്? ഇയാൾ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ലിസ്റ്റ് കുറച്ച് മുമ്പ് പുറത്തു വിട്ടു. ഇപ്പൊ പറയുന്നത് പടച്ചോനെ നിങ്ങൾ പേടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ക്യാമറനെ പേടിക്കണം എന്നാണ്. എന്തെല്ലാം വിവരക്കേടുകൾ വിളിച്ചു പറയും. ക്യാമറയുടെ പേരിൽ അഴിമതി, സകലതിൽ, ഡ്രൈവിംഗ് ലൈസൻസിന്റെ പേരിൽ പോലും അഴിമതി. ഞാനും നിങ്ങളും 250 ഉറുപ്പിക കൊടുക്കും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡ് ആക്കാൻ വേണ്ടിയിട്ട്. ആ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡിന് ആകെയുള്ള വില 80 ഉറുപ്പിയാണ്. അതിനാണ് നമ്മുടെ കയ്യിൽ നിന്ന് 250 ഉറുപ്പിക വാങ്ങുന്നത്. അതിൽ 45 ഉറുപ്പിക പോസ്റ്റ് ഓഫീസിൽ കൊടുക്കാനാണ്. പോസ്റ്റ് ഓഫീസിൽ വരെ എത്ര കൊടുക്കേണ്ടത്? 25 ഉറുപ്പിയാണ്. അതിൽ 20 ഉറുപ്പിക വരെ അടിച്ചുകൊണ്ട് പോകാൻ. ഈ അടുത്ത ദിവസം പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, ഞങ്ങൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് അയക്കുന്ന പണി നിർത്തിയെന്ന്. എന്താ കാര്യം? ഞങ്ങൾക്ക് കുടിശ്ശിക ഉണ്ട്, കോടിക്കണക്കിന് ഉറുപ്പിന്റെ കുടിശ്ശിക. അല്ലെങ്കിൽ ഇവർക്ക് എവിടെയാ കുടിശ്ശിക ഇല്ലാത്തത്? കുടിശ്ശിക ഇല്ലാത്ത ഒരു സ്ഥലം പറയോ? എന്നിട്ട് ഇവിടെ തോമസ് ചാഴിക്കാടനെ കുറിച്ച് പറഞ്ഞല്ലോ. നവകേരള സദസ്സിന് പാലയിൽ വെച്ച് സ്വാഗതം പറഞ്ഞത് തോമസ് ചാഴിക്കാടനാണ്. തോമസ് ചാഴിക്കാടൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറയാണ്, ഇവിടെ സ്വാഗതം പറഞ്ഞ ആളുടെ വിചാരം ഇതെന്തോ പരാതി പരിഹരിക്കാനുള്ള ഒരു പരിപാടിയാണെന്നാണ്. പിന്നെ എന്ത് തേങ്ങക്കാണ് നിങ്ങൾ നടത്തുന്നത്? പരാതി പരിഹരിക്കാനുള്ള പരിപാടിക്കല്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. അല്ലെങ്കിൽ ഇവരെന്തു പരാതിയാണ് പരിഹരിച്ചത്? നിങ്ങളുടെ ഈ തൊട്ടടുത്ത് താനൂരിൽ PA മുഹമ്മദ് റിയാസിന് പരാതി കൊടുത്ത സമയത്ത് ആ നാട്ടുകാർ കൊടുത്ത പരാതി സ്വീകരിച്ചിരുന്നുവെങ്കിൽ
22 പേർ കൊല്ലപ്പെടുമായിരുന്നു താനൂരിൽ ബോട്ടപകടത്തിൽ. ഈ പരപ്പനങ്ങാടി അങ്ങാടിയിലെ ഒരു കുടുംബത്തിൽ 11 ആളുകളല്ലേ കൊല്ലപ്പെട്ടത്? ഒരു അപകടത്തിൽ മരിച്ചുപോയതാണോ? അവരെ കൊന്നതല്ലേ? ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം കൊന്നതല്ലേ? പരാതി യഥാർത്ഥ സമയത്തിൽ പരിഹരിച്ചിരുന്നുവെങ്കിൽ, ആ പരാതി കേൾക്കാനുള്ള സന്മനസ് ഈ നാട്ടിലെ ഒരു മന്ത്രി കാണിച്ചിരുന്നുവെങ്കിൽ ആ 22 പേർ കൊല്ലപ്പെടുമായിരുന്നോ? താമിർ ജിഫ്രി നിങ്ങളുടെ നാട്ടുകാരനല്ലേ? ഈ തൊട്ടടുത്തല്ലേ? പോലീസുകാർ അവനെ ചവിട്ടി അവനെ നെഞ്ച് കലക്കുമ്പോ ആ പോലീസുകാരന്റെ കാല് പിടിച്ച് കരഞ്ഞപ്പോ അവന്റെ പരാതി ആ പോലീസുകാരന് കേട്ടിരുന്നുവെങ്കിൽ താമിർ ജിഫ്രി കൊല്ലപ്പെടുമായിരുന്നോ? ഈ പുളിക്കൽ, ഈ മലപ്പുറം ജില്ലയിലെ പുളിക്കൽ ഒരു പഞ്ചായത്ത് ഓഫീസറിന്റെ മുമ്പിൽ, പുളിക്കൽ പഞ്ചായത്ത് ഓഫീസറിന് മുമ്പിൽ ഒരു റസാക്ക് വന്നിട്ട് ആത്മഹത്യ ചെയ്തില്ലേ? തന്റെ വീടിന്റെ സമീപത്തുള്ള മാലിന്യ കൂമ്പാരങ്ങൾ മാറ്റണം, ആ മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞപ്പോ ആ പ്ലാന്റിനെതിരെയുള്ള പരാതി ഇടതുപക്ഷം ഭരിക്കുന്ന ആ പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ അധികൃതരെ കേട്ടിരുന്നുവെങ്കിൽ ആ റസാക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നില്ലേ? ആലപ്പുഴയിലെ പ്രസാദ് ഇല്ലേ, തന്റെ എല്ലാം വിറ്റ് കടമെടുത്ത് നെൽകൃഷി ആരംഭിച്ച് ആ നെൽകൃഷി സർക്കാരിലേക്ക് കൊടുത്തപ്പോ അതിന്റെ പണം നിങ്ങൾ സമയത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ ആ പ്രസാദ് ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ലേ? മുഖ്യമന്ത്രി തന്നെ പറയാണ് പരാതി പരിഹരിക്കാനല്ല എന്ന്. പിന്നെ എന്തിനാണ്? ഒരു കുട്ടി പറയുന്നുണ്ട്, ഒരു കുട്ടിയോട് ഒരു മൈക്കായിട്ട് ചെല്ലും. ആ കുട്ടിയോട് ചോദിക്കും, എന്താണ് ഈ നവകേരള സദസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം? ഗംഭീര അഭിപ്രായമാണ്, നമുക്ക് നല്ലൊരു ബസ്സൊക്കെ കിട്ടിയില്ലേ, ഗംഭീര ബസ്. പിന്നെ പറയാണ് ആ കുട്ടി, അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലായില്ലേ കുട്ടി നിഷ്കളങ്കമായിട്ട് പറയാന്ന് മനസ്സിലായത്. പിന്നെ കുട്ടി പറയാണ്, പോരാത്തതിന്റെ സ്കൂളിലെ മതിലൊക്കെ പൊളിച്ചു. അപ്പോഴാണത് ട്രോളാന്ന് മനസ്സിലായത്. ഇമ്മാതിരി ട്രോള് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി. പിണറായി വിജയൻ പറഞ്ഞത് പിള്ള മനസ്സിൽ കള്ളല്ല എന്നല്ലേ? ആ കുട്ടി പിന്നെ പറയാണ്, അതും അല്ലട്ടോ, ഞങ്ങൾക്ക് ലീവും കിട്ടി ഒരു ദിവസം സ്കൂളിൽ. പോരെ, ഇതൊക്കെ പോരളിയാന്ന് മറ്റേ ചങ്ങാതി ചോദിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ആ കുട്ടി ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഈ നാട്ടിലെ ജനങ്ങൾക്ക്? എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? 20 മന്ത്രിമാർക്ക് ഊരു ചുറ്റാന്നല്ലാതെ രാവിലെയും വൈകുന്നേരവും പൗരപ്രമുഖർ എന്ന് പറഞ്ഞ് ഇങ്ങനെ മൂക്കുമുട്ടെ ഞണ്ണുക എന്നല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചിട്ടാണ്. എന്നിട്ട് ഭീഷണിപ്പെടുത്തുക. എന്താ ഭീഷണി? മുഖ്യമന്ത്രി പറയാണ്, ഞങ്ങൾ ഈ നവകേരള സദസ്സിൽ വന്നവർ ഒന്ന് ഊതിയാൽ പാറിപ്പോകുന്നവരാണ് പ്രതിഷേധക്കാർ എന്നാണ്. നിങ്ങൾ ഊതിയാൽ പാറിപ്പോകുന്ന അപ്പൂപ്പൻ താടികളല്ല ഈ നാട്ടിലെ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം ഓർക്കണം. ഊതിയാ പാറിപ്പോകും. ആരെന്നറിയോ? ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതുള്ള അധികാരമുണ്ട്. ഭീഷണിപ്പെടുത്തല്ലേ, കയ്യേറ്റം ചെയ്യുന്നു പറയല്ലേ? മുഖ്യമന്ത്രിക്കെതിരെ ഞാൻ ആലോചിക്കുകയാണ്, നമ്മളെ നാട്ടിലെ മുഖ്യമന്ത്രിയും ഗവർണറും, മുഖ്യമന്ത്രിക്കൊത്ത ഗവർണർക്കൊത്ത മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച അപ്പം മുഖ്യമന്ത്രി എന്നെ കൊല്ലാൻ വരുന്നേ എന്തെല്ലാം കോപ്രായങ്ങളാണ്. ഗവർണർക്കെതിരെ കരിങ്കൊടിയായിട്ട് വരുമ്പോൾ ഗവർണർ ബ്ലഡി റാസ്കൽ, ബ്ലഡി ഫൂൾ എന്നൊക്കെ പറഞ്ഞ് കാർന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ആ KT ജലീലിലൊക്കെ നിലവാരത്തിലേക്കാണ് ഒരു ഗവർണർ വരുന്നത്. ഇറങ്ങി തല്ലാൻ വരിക. ഇമ്മാതിരി ഗവർണർ, ഇമ്മാതിരി മുഖ്യമന്ത്രി. ഷൂ എറിഞ്ഞിട്ട് നാട്ടിൽ ഇന്ന് വരെ ഷൂവിന്റെ ഏറ് കൊണ്ട് മരിച്ച ഒരാളെ കാണിച്ചില്ല. വധശ്രമത്തിന് കേസ്, ഷൂ എറിഞ്ഞത്. അപ്പോഴാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ പറഞ്ഞത്, ആവശ്യമില്ലാത്തൊരു യാത്രക്ക് നേരെ ആവശ്യമുള്ള സാധനമൊന്നും വെറുതെ എറിയാൻ നിൽക്കരുതെന്ന്. കാരണം ഷൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനമല്ലേ, വല്ല കരിങ്കൊടിയൊക്കെ അല്ലൊക്കെ എറിയാന്നല്ലാതെ. ഞങ്ങൾ നടപടിക്രമം മാറ്റുന്നു. ഭീഷണി. നിങ്ങൾ ആരെയാ ഭീഷണിപ്പെടുത്തുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ വിചാരിച്ചത്? DYFI പറയാണ് ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയാണ്. ഞങ്ങളല്ലെങ്കിൽ എവിടെയും സമരം ചെയ്യാനൊന്നും ആഹ്വാനം ചെയ്തിട്ടില്ല. ശരിയാണ്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തോ? യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരുന്നോ? ഞങ്ങൾ എവിടെയും സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. പക്ഷെ കണ്ണൂരിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് സ്വാഭാവികമായ ഒരു പ്രതിഷേധം ഉണ്ടായി. ആ പ്രതിഷേധത്തെ നിങ്ങൾ ചെടിച്ചട്ടി കൊണ്ടൊക്കെ തലക്കടിക്കുക, ഒരു കരിങ്കൊടി കാണിച്ചതിന്. അങ്ങനെയാണെങ്കിൽ ഗവർണറെ കരിങ്കൊടി കാണിച്ച SFIക്കാർ അതേ രീതിയിൽ കൈകാര്യം ചെയ്യണ്ടേ? നിങ്ങൾ അങ്ങനെ ചട്ടി കൊണ്ട് തലക്കടിച്ചപ്പോ പിന്നെ ഞങ്ങളെ പ്രവർത്തകർ തീരുമാനിച്ചു, എന്നാ പിന്നെ കരിങ്കൊടി കാണിക്കാം. പിന്നെ എല്ലായിടത്തും കരിങ്കൊടി ഇല്ലേ, സകല സ്ഥലത്തും കരിങ്കൊടി കാണിച്ചു. അങ്ങനെ കരിങ്കൊടി കാണിക്കണമെന്ന് തീരുമാനിക്കാതെ പോലും കരിങ്കൊടി കാണിക്കാൻ കെൽപ്പുള്ളവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസും. ഇനി ഞങ്ങൾ അങ്ങ് അറിഞ്ഞുകൊണ്ട് അങ്ങ് തീരുമാനിച്ചിരുന്നെങ്കിലോ, ഞങ്ങൾ കരിങ്കൊടി കാണിക്കണം എന്ന് അങ്ങ് തീരുമാനിച്ചിരുന്നെങ്കിലോ,
നിങ്ങളെ കേരളത്തിൽ കാലുകുത്താൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾക്കറിയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എന്നിട്ട് ഭീഷണിപ്പെടുത്തുക, രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് പറയാം. നിങ്ങൾ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിക്കുക, കുഴപ്പമൊന്നുമില്ല. രക്ഷാപ്രവർത്തനം നടത്തുന്നതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതാക്കന്മാരോട് വളരെ വിനയത്തോടെ പറയട്ടെ, അവരഭിനന്ദിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയോട് വളരെ വിനയത്തോടെ പറയട്ടെ, രക്ഷാപ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. ആ ആദരിക്കുന്ന ചടങ്ങ് മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുക്കും. ആ ആദരവ് ഏറ്റുവാങ്ങാനുള്ള കെൽപ്പ് ഡിവൈഎഫ്ഐക്കാരാ നിങ്ങൾക്കുണ്ടോ എന്നാ നടത്തിക്കോ. എന്നിട്ട് പറയാണ്, ഒരു ബസ്സിൽ വന്ന് ലിഫ്റ്റിൽ ഇങ്ങനെ ഇറങ്ങുക, 2 സ്റ്റെപ്പ് ഇറങ്ങാൻ ലിഫ്റ്റ്, എന്നിട്ട് 8 അടിയിലെ സ്റ്റേജിന്റെ മുകളിലേക്ക് മുമ്പ് നടന്നു കയറുക. പിന്നെ എന്തിനാ ചങ്ങാതി ഈ ലിഫ്റ്റ് വെച്ചത്? എന്തൊരു ഇയാൾക്ക് തീരെ അന്തമില്ല. ഇവിടെ PV എന്ന് പറഞ്ഞാൽ ഞാനല്ല എന്നല്ല പറഞ്ഞ്, എന്നാ പിന്നെ പോഴം വിജയം എന്നാണോ അതിന്റെ അർത്ഥം? പോഴത്തരം എന്നാണോ അതിന്റെ അർത്ഥം? എനിക്ക് മനസ്സിലാകുന്നില്ല. 2 സ്റ്റെപ്പിൽ ലിഫ്റ്റ് വെക്കുക, എന്നിട്ട് ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ ബാക്കിൽ കൂടി സ്റ്റെപ്പ് ഇറങ്ങി വരിക. ഇവിടെ മറ്റേ നമ്മുടെ കിങ് ജോൺ ഒന്നില്ലേ, അയാൾക്ക് കൈയടിക്കുന്ന കുറെ ആൾക്കാരെ നമ്മളെ ഈ റീൽസിൽ കാണാറുണ്ട്. അതുപോലെ ഇവരൊക്കെ ഇങ്ങനെ കൈയടിക്കുക, ഒരേ മാതൃകയിൽ കൈയടിക്കുക. മരുമോന് മുഖ്യമന്ത്രിയെ കുറിച്ച് ഭയങ്കര മതിപ്പാ. ആരെക്കുറിച്ച്? അമ്മോശനെ കുറിച്ച് മരുമോന് ഭയങ്കര. അതായത് നമ്മളെ ഈ പ്രതിനെ പിടികൂടിയല്ലോ, അല്ല നമ്മുടെ അബിഗേലിനെ പിടികൂടിയല്ലോ, കാണാതായ കൊല്ലത്തുനിന്ന് കാണാതായ കാണാതായ കുട്ടിനെ കണ്ടെത്തിയപ്പോൾ ഉടനെ മരുമോൻ അമ്മോശനെ കുറിച്ച് ഗംഭീരമായിട്ടുണ്ട്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ അഭിനന്ദനങ്ങൾ, അബിഗേലിനെ സമയത്തിന് തന്നെ കണ്ടെത്തി. ഇയാൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇവർ കൊണ്ടുപോയി ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് ആ നാട്ടുകാർ കണ്ടെത്തി പോലീസിനെ ഏൽപ്പിച്ചാണ്. അപ്പോഴേക്കൊരു ഡിവൈഎഫ്ഐന്റെ ഒരു പെൺകുട്ടി വന്നിട്ട്, ഞാൻ ഡിവൈഎഫ്ഐന്റെ ജില്ലാ സെക്രട്ടറി, മറ്റോ ഏരിയ സെക്രട്ടറി, ഞങ്ങളാണിത് കണ്ടെത്തിയത്, കാറിൽ കൊണ്ടുവന്ന് ഇറക്കിയതാണ്. എമ്മാതിരി തള്ളാണ്. കാരണം ഇവർ തള്ളലിന്റെ ആശാമാരെ അനുയായികളല്ലേ, പിന്നെ എങ്ങനെ തള്ളുകയല്ലേ ചെയ്യുക. അവസാനം CCTV ദൃശ്യം വന്നപ്പോൾ ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുവന്നത്. അപ്പൊ കാർ എവിടെ പോയി? ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി എവിടെ പോയി? ഏരിയ സെക്രട്ടറി. അത് കഴിഞ്ഞ് കൈരളി ചാനലിന്റെ തള്ളാണ് അതിനേക്കാളും വലിയ തള്ള്. 2 ദിവസം കഴിഞ്ഞ പ്രതിനെ പിടികൂടിയപ്പോൾ കൈരളി ചാനൽ പറയാണ്, വല്ലാത്ത പോലീസിന്റെ ബുദ്ധി. പിണറായി വിജയനല്ലേ ആഭ്യന്തരമന്ത്രി? കാരണം ഈ കുട്ടി പോലീസിനോട് പറഞ്ഞു, ഞാൻ ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കാർട്ടൂൺ കണ്ടിരുന്നു ലാപ്ടോപ്പിൽ. അപ്പൊ പിണറായി വിജയന്റെ ബുദ്ധി പ്രവർത്തിച്ചു, പിണറായി വിജയന്റെ പോലീസിന്റെ ബുദ്ധി പ്രവർത്തിച്ചു. അപ്പൊ ഏത് കാർട്ടൂൺ ചോദിച്ചു. അപ്പൊ പോലീസ് ഏത് ലാപ്ടോപ്പ് എന്നാണെന്ന് കണ്ടെത്തി. ആ ലാപ്ടോപ്പിന്റെ ID നമ്പർ കണ്ടെത്തി, IP നമ്പർ കണ്ടെത്തിയപ്പോൾ പത്മകുമാറിന്റെ വീട്ടിലെ ലാപ്ടോപ്പാണെന്ന് കണ്ടെത്തി. പിടിച്ചു പോലീസ്. ഭയങ്കര സംഭവം. അപ്പോഴേക്ക് സൈബർ സഖാക്കൾ ഗംഭീരമായ പ്രചരണമാണ്. അപ്പൊ നമ്മളും വിചാരിച്ചു ഇതൊക്കെ ഇങ്ങനെ വരാനുള്ള പറയണം, എന്നാൽ അത്ര ഒരു സാധ്യത ഇല്ലല്ലോ. എന്നാൽ പറയാൻ ധൈര്യമില്ല. കാരണം ഇവർ വെട്ടുകുളി കൂട്ടങ്ങൾ ഇങ്ങനെ മറ്റേ PV അൻവറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇവരൊക്കെ ശരിയാക്കാൻ വേണ്ടി. പിന്നല്ലേ സംഭവം മനസ്സിലായത്. സമത് എന്ന് പറഞ്ഞ ഒരാളോട് ഒരു അവിടെ നാട്ടിലൊരു സ്ത്രീ പറഞ്ഞു, ഈ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ശബ്ദ സന്ദേശം ഈ വീട്ടുകാർക്ക് പോയി, ഒരു സ്ത്രീൻ്റെ. ആ ശബ്ദ സന്ദേശവും ഇന്നോട് വായ്പ ചോദിച്ചു, 10,000 രൂപ ചോദിച്ചൊരു ശബ്ദ സന്ദേശം അയച്ചൊരു സ്ത്രീ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ആ സ്ത്രീൻ്റെ സൗണ്ട് ഒരേമാതിരി സൗണ്ടാണല്ലോ, നിങ്ങളൊന്നും അന്വേഷിച്ച് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമത് എന്ത് ചെയ്തു, നാട്ടിൽ പരിചയമുള്ള CIനോട് പറഞ്ഞു. അങ്ങനെ CI ആ വീട്ടിൽ പോയി നോക്കി, പോലീസുകാരെയും കുട്ടി നോക്കുമ്പോൾ അതേമാതിരിയുള്ള ഒരു കാറ് അവിടെ, സ്വിഫ്റ്റ് ഡിസയറോ മറ്റോ, അതേ കാർ അവിടെ ഉണ്ട്, നമ്പർ പ്ലേറ്റ് വേറെയാണ്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പ്രതികളെ പിടിച്ചത്. അപ്പോൾ പ്രതികളെ പിടികൂടി ആരാണ്? നാട്ടുകാരാണ്. പോലീസിന് എന്തെങ്കിലും പങ്കുണ്ടോ? ഒരു പങ്കുമില്ല, ഒരു പങ്കു പോലീസിനില്ല. എന്നിട്ട് അതിന്റെ പേരിൽ പിണറായി വിജയൻ ഇവിടെ ഇങ്ങനെ, പിണറായി വിജയന്റെ പേരിൽ തള്ളു, അതിന്റെ പോലീസിന്റെ പേരിൽ തള്ളു. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു ആഭ്യന്തരമന്ത്രിയും അതിനൊത്ത പോലീസുകാരുമായി കേരളത്തിലെ പോലീസ് സേന മാറിയില്ലേ? എന്നിട്ട് അന്വേഷണം ആർക്കൊക്കെതിരെയാണ്? മാത്യുവിന്റെ വീട് അളക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ, മാത്യുവിന്റെ റിസോർട്ട് അളക്കാൻ. നിങ്ങൾ ആരെ പേടിപ്പിച്ചത്? മാത്യുവിന്റെ വീട്ടിലേക്കുള്ള വഴി അളക്കാൻ മാത്യു പറഞ്ഞു, എല്ലാവർക്കും സ്വാഗതം, വെള്ളവും കൊടുത്തു, ചായയും കൊടുത്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ കേസെടുത്ത് ഒതുക്കിക്കളയാന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ ആർക്കൊക്കെ KM ഷാജിക്കെതിരെ കേസെടുത്തു, VD സതീഷിനെതിരെ കേസെടുത്തു, K സുധാകരനെതിരെ കേസെടുത്തു, എൻ്റെ പേരിലും കേസെടുത്ത് അവസാനം എന്തായിന്ന് പറയാം, പോലീസ് അന്വേഷിച്ചപ്പോൾ പോലീസിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവസാനം പോലീസ് കുടുങ്ങി. ഞാൻ പോലീസുകാരോട് ആകെ പറഞ്ഞൊരു കാര്യം എന്താ, പത്രസമ്മേളനത്തിൽ പറഞ്ഞു, മര്യാദക്ക് അന്വേഷിച്ചില്ലെങ്കിൽ ഞങ്ങളിത് കോടതി നേരിടും. ഇവർക്ക് ആകെ ബേജാറ്. അവസാനത്ത് അന്വേഷിച്ച് കണ്ടെത്തിയ റിപ്പോർട്ട് കൊടുത്തത് രാഷ്ട്രീയ പ്രേരിതാണെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസിനെ ഇവർ പല നിലക്ക് ഭീഷണിപ്പെടുത്തി നോക്കി. അവസാനം പോലീസ് സത്യസന്ധമായി റിപ്പോർട്ട് കൊടുത്തു. എന്ത് സംഭവിച്ചു? ആ CIനെ ഇവർ സസ്പെൻഡ് ചെയ്തു. കാരണം നമ്മളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നിയമപരമായിട്ട്
നമ്മുടെ രോമത്ത് തൊടാൻ ഈ നാട് ഭരിക്കുന്ന സർക്കാരിൻ്റെ എല്ലാ അടവും പയറ്റിയാലും നിങ്ങൾക്ക് സാധിക്കൂല. നിങ്ങളെ പോലീസിനെ കൊണ്ട് തന്നെ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഞങ്ങൾ വിഷറക്കിച്ചു. നിങ്ങൾ എത്ര കേസെടുത്തു, നിങ്ങൾ എത്ര ജയിലടച്ചു. ഞങ്ങളൊക്കെ ജയിലിൽ കിടന്നാണ്. ഞാനൊന്നും ജയിലിൽ ഇനി അധികം കിടക്കാത്ത ജില്ലയൊന്നും കേരളത്തിലില്ല. ഇനി ഉണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്തി ആ ജയിലും കിടക്കാൻ ഞങ്ങൾ തയ്യാറ്. ഇവിടെ നിങ്ങളെ മുനിസിപ്പൽ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് നൗഷാദ് ഉണ്ട്, എൻ്റെ കൂടെ ജയിലിൽ കിടന്ന ആൾക്കാരാണ്. ഇവിടെ പങ്കെടുത്ത യൂത്ത് ലീഗുകാരൊക്കെ ജയിലിൽ എത്ര വേണമെങ്കിലും കിടക്കാൻ തയ്യാറായ ആൾക്കാരാണ്. യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ജയില് കാണിച്ചിട്ടാണ് നിങ്ങൾ പേടിപ്പിക്കുന്നത്, നിങ്ങൾ ലോക്കപ്പ് കാണിച്ചിട്ടാണോ പേടിപ്പിക്കുന്നത്? ഞങ്ങളൊന്ന് ആഹ്വാനം ചെയ്താൽ, നിങ്ങളിപ്പോൾ തവനൂർ ഒരു ജയിലുണ്ടാക്കിയിട്ടില്ലേ, തവനൂർ, ഞങ്ങളൊന്ന് ആഹ്വാനം ചെയ്താൽ ഈ മലപ്പുറം ജില്ലയിൽ സമരം ചെയ്യാൻ തീരുമാനിച്ചാൽ, ഏതെങ്കിലും ഒരു ജില്ലയിൽ സമരം ചെയ്യാൻ തീരുമാനിച്ചാൽ, നിങ്ങളുണ്ടാക്കിയ ജയിലുകളൊന്നും മതിയാവില്ല യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ജയിലടക്കാനെന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം വളരെ വിനയത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ ജനുവരി 21 റാലി കഴിഞ്ഞാൽ നമ്മൾ അതോടുകൂടി നമ്മൾ ആ സമരം അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ തെരുവിലേക്ക് ഇറങ്ങാൻ പോവാണ്. ആ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആ തെരുവിലെ സമരത്തിന്റെ കൂടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.